ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് പോവാണ്. അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഷൂട്ട് എടുക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച് ഷൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോയും കാണിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഷെഹിനെ അങ്ങോട്ട് വലത്തോട്ട് ഇത് നമ്മുടെ നാസിയുടെ അളിയനാണ് കേട്ടോ. പിന്നെ നാസിയാണ് വണ്ടി ഓടിക്കുന്നത്. നാസി ഇവിടെ ഉണ്ട്. നമ്മൾ കുറെ നാളിന് ശേഷം ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നമ്മൾ ആരംഭിക്കുക. അതെ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവനാണ് ഇതിന്റെ ഏറ്റവും വലിയ ആള്. ഇങ്ങോ തിരിഞ്ഞോടാ, എന്റെ കണ്ണിലെ കട കൊണ്ട് തിരിയടാ ഇങ്ങോട്ട് സംസാരിക്കണ്ട, ചിരിച്ചു കളിച്ചാൽ. അപ്പം നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം കാണാം കേട്ടോ. ഇതൊക്കെ അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷെഹിൻ നാണക്കേട് കൊണ്ട് അങ്ങോട്ട് പോകും. അവന് ഭയങ്കര നാണം. എന്ത് തന്നെയാ വേണ്ടേ. നാസി താണ്ട നടന്നു പോകുന്നു. ഞങ്ങള് എൻ്റെ ആക്രസഞ്ചി അതിനകത്ത് നമ്മുടെ സാംഗമ ജംഗമ വസ്തുക്കളെല്ലാം ഉള്ളത്. സാംഗമ ജംഗമ വസ്തുക്കൾ. അപ്പോൾ നമ്മൾ കയറ്റം കയറാൻ പോവാം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഷൂട്ട് ആരംഭിക്കാൻ പോവാം. ഇവിടുന്നാണ്. നാണക്കേട് കൊണ്ട് ഷെഹിൻ ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര നാണം. എന്തോ ആ പെൺപിള്ളേർക്ക് പോലും ഇത്രയും നാണം കാണത്തില്ല. അമ്മാതിരി നാണം. നോക്കിയേ, ഇപ്പൊ ഇച്ചിരി നാണം മാറിയെന്ന് തോന്നുന്നു കേട്ടാ. ഒന്ന് എടുത്തുകൂടാ. നാട്യ നൃത്തങ്ങളാണ് ഇവിടെ കാണുന്നത്. ഞാൻ കഷ്ടപ്പെടുന്ന പോലെ ആരും കഷ്ടപ്പെടുന്നില്ലടാ. നീ എന്തോ കഷ്ടപ്പെടുന്ന, പോടാ പട്ടി. എൻ്റെ അമ്മേ, ഷെഹിനെ, ഈ സമയത്ത് നിനക്ക് എന്താ പറയാനുള്ളത്? എടാ, രണ്ടു വാക്ക് പറയടാ. നമ്മുടെ ഷൂട്ടിന്റെ ആദ്യത്തെ ദിവസം എങ്ങനെ ഉണ്ടോ നിനക്ക്? രാസിത വിയർത്ത് ഒഴുകുന്നു. ഓ ഓ ഓ ഓ ഓ ഓ നീ കയറമ്പ. കയറി ഇല്ല, പാറയിലായിരുന്നു. ഏത് പാറയായിരുന്നു മറന്നുപോയല്ലേ. ഷമീർ അന്ന് ഒട്ടിയിരുന്നത്. കട പോലീസുകാരുടെ ഇത് ഇവിടെ ഇച്ചിരി നേരം ഇരിക്കുക, എന്നിട്ട് ഷൂട്ട് എടുക്കുക. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ താണ്ടെ മേളിലെത്തി. കുഴഞ്ഞു പോയി. നാസി കിടന്ന് കുഴഞ്ഞിട്ട്. ഷെഹിന്താ വിയർത്ത് കുളിച്ച്. കഷ്ടം, എൻ്റെ പൊന്നുമോൻ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒത്തിരി കഷ്ടപ്പെട്ട് വിയർത്ത് കുളിച്ചതാ. നാസി ഇവിടെ കിടക്കുക. കേക്കത്തില്ല മൈക്കിൻ്റെ ഇല്ല, ഓഫാക്കിയൊന്നുമില്ല. നല്ല മഴ പെയ്തിട്ട് ഇവിടെ നന്നായിട്ട് തെന്നി കിടക്കും കേട്ടോ. അതെ, തെന്നിന്നാ പറഞ്ഞത്. ആണല്ലേ. അന്ന് ഭയങ്കര കാറ്റായിരുന്നു. ഈ പ്രാവശ്യം കാറ്റ് ഇച്ചിരി കുറവാണ്. ഇച്ചിരി എന്നല്ല, കാറ്റേ ഇല്ല. അന്ന് ഭയങ്കര കാറ്റ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഇങ്ങനെ പറന്നു പോവായിരുന്നു. ഇന്ന് കാറ്റേ ഇല്ല.
അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിൻ്റെ ചില സീനുകളൊക്കെ ആയിട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഷൂട്ടിന് വേണ്ടി പോയിരിക്കുന്നതെന്ന് വെച്ചാൽ കൊട്ടാരക്കരയാണെങ്കിൽ മരുതുമലയിലാണ് കേട്ടോ, മുട്ടറയെന്ന് പറയും. അതിൻ്റെ മലയുടെ മുകളിലാണ് ഇന്നത്തെ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാടൊക്കെ ആയിരുന്നു. മുട്ടറയുടെ നമ്മുടെ ബാക്കിൽ കൂടെയാണ് കയറിയത്, ഫ്രണ്ടിൽ കൂടെ അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അതിൻ്റെ ബുദ്ധിമുട്ടുകളും സഹിച്ച് പിന്നെ ഈ പാറ കിടന്ന് കുറേ ഉരുണ്ടുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഉരുണ്ട് ദേഹം എല്ലാം മുറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ ചെറിയൊരു അഭിനയമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അവിടെയെന്ന് വെച്ചാൽ പാറയുടെ മുകളായതുകൊണ്ട് നമുക്കങ്ങനെ നിരങ്ങി നീങ്ങാനൊന്നും പറ്റില്ല. സാധാരണ തറയിൽ നീങ്ങുന്നതൊക്കെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡ്രസ്സൊക്കെ കുറച്ച് കീറിയെല്ലാം ചെയ്തു. എങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ജോലിയോട് ആത്മാർത്ഥത കാണിച്ചാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അത്രയും ആത്മാർത്ഥതയോടെ എടുത്തൊരു ഷോർട്ട് ഫിലിമാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നിൽ. പിന്നെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കുട്ടി സ്റ്റോറി എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കഥ. അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെടുത്തൊരു കുട്ടിക്കഥ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിൽ ഞാൻ മാത്രമല്ല, നമ്മുടെ നാസിയുണ്ട്. ഞാനും നാസിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. ജസ്റ്റ് ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള സീനൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ പാറയുടെ ചെരുവിലൊക്കെ കിടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. കിടക്കുന്നത് അതിൽ തന്നെ ഇതുപോലെ വന്ന് നിൽക്കുന്നത് നടക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ച് പാടാണ്. നമ്മളെന്നാലും ആ റിസ്ക് എല്ലാം ഏറ്റെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്തത്. കുറച്ച് പാടുപെട്ടു, കുറച്ച് ബുദ്ധിമുട്ടി, എങ്കിലും ശരിയാണ്. പിന്നെ കാണാനും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വരുമ്പോൾ സൂക്ഷിച്ച് വരണം എന്ന് മാത്രം. ചെറിയ രീതിയിൽ വഴുക്കലൊക്കെ ഉണ്ട് ചിലയിടത്ത്. പിന്നെ വെച്ചാൽ ഈ പാറകളൊക്കെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് കൊണ്ടുള്ള അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ആദ്യത്തെ സീൻ എടുത്തത് ശരിയായില്ല. അങ്ങനെ വീണ്ടും നാസിയെ താഴെ ഇറക്കിയിട്ട് രണ്ടാമത് വലിച്ച് കയറ്റുന്ന സീനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടു നമ്മുടെ സീൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് അങ്ങനെ അവസാനിച്ചു. എല്ലാവരും ഒന്ന് കരിഞ്ഞുണങ്ങി, രണ്ടാമത് കഷ്ടപ്പെട്ടുണങ്ങി. ഇവിടെ ഒരുത്തനാണെങ്കിൽ കഷ്ടപ്പെട്ട് നശിച്ച് കഷ്ടപ്പെട്ട് നശിച്ചു. തണ്ട ഷെഹിനെ എല്ലാം അങ്ങനെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ബിനോയുടെ പ്രഹസനം അതിഗംഭീരം. എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. ഇനി ഇവൻ വേണം വീട്ടിൽ പോയിട്ട് കുറച്ച് ലിഫ്റ്റിക്ക് അയച്ചാൽ ഇവിടെ പറഞ്ഞ് അവിടെ പറഞ്ഞത് കാണിച്ചു തരും വീട്ടിൽ. സത്യം ചേടാ, ഒരഞ്ഞു ചോര വന്നോ ഇല്ലയോ? സത്യം ചേടാ പറയടാ. ഞാൻ കണ്ടില്ല. എന്റെ ചോര വന്നൊന്നും ഞാൻ കണ്ടില്ല. ഷെഹിനെ എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലടാ, കാലും മുറിഞ്ഞില്ലടാ. എല്ലാം സമ്മതിച്ചല്ലേ വീഡിയോ ഒക്കെ വലിച്ചു. അങ്ങനെയാണോടാ? അവ സത്യം മാത്രം പറയുന്നു. ഇതിനാടാ ഇങ്ങനെ ഇങ്ങനെ സംശയം വീഡിയോ വീട്ടിൽ പോയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറെ നാളിന് ശേഷമുള്ള ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് നമ്മുടെ. ഇപ്പൊ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അടുത്ത പുറകെ വരുന്നതായിരിക്കും. ഇത് കുറെ ഏകദേശം ഒരു 4-4.5 മാസത്തിന് ശേഷം ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ തിരക്കുകൾ കാര്യങ്ങളും കൊണ്ടാണ് ഇടാൻ പറ്റാതായിപ്പോയ വീഡിയോസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു മല ഇറങ്ങണം. ഇതിന്റെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പഴയതുപോലെ കൂടെ വയ്ക്കണം. പുതിയ വീഡിയോസ് ഇടുമ്പോഴും കൂടെ വയ്ക്കണം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല സ്റ്റോറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാറ്റം വെറൈറ്റി സ്റ്റോറികൾ വരുന്നതായിരിക്കും. നമ്മുടെ മെയിൻ തലച്ചോറായിട്ട് ഇപ്പൊ നിൽക്കാൻ പോകുന്നത് ഷെഹിന കേട്ടോ. ഷെഹിനായിരിക്കും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാക്കൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കൊല്ലത്തേക്ക് എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ.